ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ആലിയ ഭട്ടിൻ്റെ ഫേവറേറ്റ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇതൊരു മിൽക്ക് കേക്കാണ്. എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കേക്കാണ്. ഇതിൻ്റെ ടേസ്റ്റ് ആണെങ്കിൽ പറയേ വേണ്ട, അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിച്ചെടുക്കാം. 1 കപ്പ് മൈദ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 നുള്ളു ഉപ്പ് എല്ലാം ചേർത്ത് നന്നായി അരിച്ചെടുക്കുക. അരിച്ചെടുത്തതിന് ശേഷം 1 സ്പൂണ് കൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് അവിടെ മാറ്റി വെക്കാം. ഇനി അടുത്തൊരു നല്ല ക്ലീൻ ബൗൾ എടുക്കുക. ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടാവാൻ പാടില്ല. അതിലോട്ടൊരു 3 മുട്ട എടുക്കുക. അതിൻ്റെ എഗ് യോക്കും എഗ് വൈറ്റും സെപ്പറേറ്റ് ആക്കി എടുക്കുക. എഗ് യോക്ക് അവിടെ മാറ്റി വെക്കാം. എഗ് വൈറ്റ് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് നല്ല ക്രീമി ടെക്സ്ചർ ആകുന്നവരെ ബീറ്റ് ചെയ്തെടുക്കുക. പഞ്ചസാര ചേർക്കുമ്പോൾ ഒന്നിച്ച് ചേർക്കരുത്, കുറച്ചായി ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. ഇവിടെ നല്ല ക്രീമി ടെക്സ്ചറിൽ തന്നെ ബീറ്റായിട്ട് വന്നിട്ടുണ്ട്. നേരത്തെ മാറ്റി വെച്ച എഗ് യോക്കിലേക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് ഈ മുട്ടയുടെ വെള്ളയിലേക്ക് തന്നെ ഇട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എഗ് യോക്ക് ഒന്ന് മിക്സ് ആവുന്നത് വരെ മാത്രം മതി കേട്ടോ, ഓവർ ബീറ്റിങ് ചെയ്യരുത്. ഇത്രയും മതി കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യം 1/4 കപ്പ് ഓയിൽ, 1/4 കപ്പ് പാലും കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കുക. നേരത്തെ മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസും ഓയിലും പാലും മിക്സ് അത് ചേർത്ത് കുറേശ്ശെയായി പതിയെ ഫോൾഡ് ചെയ്തെടുക്കാം. ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് ഇളക്കുക. അത് ചേർത്ത് കുറച്ച് പാലും ഓയിലും മിക്സും ചേർക്കാം. അങ്ങനെ ഫുള്ളായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ബേക്ക് ചെയ്യാൻ എടുത്ത ടിന്നിലേക്ക് ഒഴിച്ച് ടാപ്പ് ചെയ്തെടുക്കാം. എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ട് ടാപ്പ് ചെയ്യണം. ഞാനിവിടെ പ്രീ ഹീറ്റ് ചെയ്തൊരു പാനിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഒരു ലോ ഫ്ലെയിമിൽ 40-45 മിനിറ്റ് കൊണ്ട് തന്നെ ബേക്കായി കിട്ടുന്നതാണ്. ഇതിപ്പോൾ നല്ലതുപോലെ തന്നെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി ഇത് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായ മിൽക്ക് റെഡിയാക്കി എടുക്കാം. 1 കപ്പ് പാല്, 1/2 കപ്പ് കണ്ടൻസ് മിൽക്ക്, 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. കണ്ടൻസ് മിൽക്ക് ഒരു 3/4 കപ്പോളം ഒഴിക്കണം കേട്ടോ. എൻ്റെ വിപ്പിംഗ് ക്രീം നല്ല മധുരമുള്ളത് കൊണ്ടാണ് ഞാൻ കണ്ടൻസ് മിൽക്ക് കുറച്ചത് കേട്ടോ. ഇനി ഇതവിടെ മാറ്റി വെക്കാം. ഇനി ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം നന്നായി സ്റ്റിഫാവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റായ കേക്ക് തന്നെ ആയിട്ടുണ്ട്. ഈ മെഷർമെൻറ്റിൽ തന്നെ നിങ്ങൾ എടുത്താൽ നല്ല കേക്ക് തന്നെ ആക്കിയെടുക്കാം. ഇതൊരു പ്ലേറ്റിലേക്ക് വെച്ച് ഒരു ഫോർക്ക് കൊണ്ട് നന്നായി കുത്തി കൊടുക്കാം. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ച മിൽക്ക് ഇതിലേക്ക് നല്ലോണം സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചധികം തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചെടുക്കാം. അതിന് ശേഷം വിപ്പിംഗ് ക്രീം ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകളിൽ മാത്രം ഇതുപോലെ നല്ലപോലെ ഫിനിഷ് ചെയ്തെടുക്കാം. അതിന് ശേഷം ഇതിൽ സാധാരണ സ്ട്രോബെറിയും ബ്ലൂബെറിയും ആണ് ചേർക്കൽ. ഇതെൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ട് ഞാനിവിടെ ചെറിയും കറുത്ത മുന്തിരിയും വെച്ചിട്ടാണ് ഞാൻ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനി ഇത് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. സെർവ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ബാക്കി വന്ന മിൽക്കും കൂടി ഒഴിച്ച് സെർവ് ചെയ്യാം. അപ്പോൾ ഇതാ കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു കേക്കാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന പോലത്തെ ഒരു കേക്കാണ്. അപ്പോൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.